ഈ അടിക്കുള്ള കൊതുക് കൂടെ ഉണ്ടോ മുരുക? തുടങ്ങി അവൻ അസുഖം. മുരുക, അടിച്ചു കൊല്ലാൻ കൊതുകല്ലാതെ ചോര ഊറ്റി കൊടുക്കുന്ന വേറൊരു ജന്തുണ്ട് ഇവിടെ. ഒന്ന് മുറുക്കുന്നോ പോറ്റിക്കുഞ്ഞെ? ആ തിരുവാണ നടച്ചു കിട്ടാനാ. അതെ, അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് അങ്ങ് ചവച്ചോണ്ടാ മതി. മുരുകന് മുറുക്കണോ? മുരുകനെ മുറുക്കണം. കൊതുകടി തുടങ്ങി. തന്റെ ഇടയ്ക്കലിട്ട് നക്കിനക്കുന്ന അടിക്കണ പോലെ. ഇതാ മുരുക, നീ ആകെ എത്ര കൊല്ലം പ്രാന്താശുപത്രി കടന്നിട്ടുണ്ട്? നല്ല ഓർമ്മയില് 5 വർഷം. എന്നിട്ട് നാഗരൂരിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ? പോറ്റി, ഒരു തവണ വട്ട് വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും അവൻ വട്ടനാ. ഒരിക്കല് ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ. നമ്മുടെ അനിയൻകുട്ട അണ്ണൻ. എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി. കൂടെ വരുന്നോന്ന് ചോദിച്ചു. റെഡി എന്ന് ഞാനും പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ്. ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്രക്കെട്ടും എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ഏജന്റായി. വൈ മുരുകൻ, മലയാള ശബ്ദം ഏജന്റ്. എന്തായിരുന്നു നിന്റെ അസുഖം? ജലദോഷവും വയറ്റിളക്കവും. പ്രാന്താശുപത്രി കിടന്നുകൊണ്ട് രോഗം എന്തും ചോദിക്കുന്ന ജന്തു അല്ല പോറ്റി, മാരാർ ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട്. എവിടെ നോക്കിയാലും കൊതുക്. അതായിരുന്നു എന്റെ ഭ്രാന്ത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. പുലിക്കൊതു. മുരുകൻ പറഞ്ഞത് ശരിയാ, കംപ്ലീറ്റ് മാറി. എന്താ? ആഫ്രിക്കൻ പുലിക്കൊതു. ആഫ്രിക്കൻ മങ്കി. പരീതുമാരുടെ പടനിലങ്ങൾ. ഇക്കടെ പടമുണ്ടോ? ആരാണടാ ഇതൊക്കെ എഴുതുന്നത്? എന്റെ പേര് രവിവർമ്മ. ഞാനാ തന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വിരട്ടിന്ന് കേട്ടു. എന്റെ കൈ ഒടിക്കുന്നോ കാലൊടിക്കുന്നോ ഒക്കെ പറഞ്ഞ്. അതാണ് നമ്മുടെ തൊഴില്. എഴുത്താ എന്റെ തൊഴില്. ഞാൻ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ല തെരുവിൽ കിടക്കുന്ന പരീത് വരണ്ട. കത്തി കയ്യിന്ന് പോകുമ്പോ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ലടാ. കുത്തിയാ കുത്തുകൊള്ളും. അത്രേ ഉള്ളു. ഇതൊക്കെ കുത്തുന്നില്ല. അതെന്റെ തൊഴിലല്ല. എഴുത്താ എന്റെ തൊഴില്. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണിമാരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നടന്നായിരുന്നു. ആ നാറികൾക്ക് വേണ്ടി കൊള്ളിയൊപ്പും കൊലയും നടത്തുന്ന നീയാണോടാ അള്ളാഹുവിനെ വിളിക്കുന്നത്? നീ വിളിച്ച അള്ളാഹു കേൾക്കില്ല. എന്റെ അക്ഷരങ്ങളുണ്ടടാ അള്ളാഹു. ഇതൊക്കെ നിർത്തി 5 നേരം നിസ്കരിച്ചിരുന്ന അള്ളാഹുവിനെ വിളി. അള്ളാഹു വിളിയേക്കും. മരീതുമാരുടെ പടനിലങ്ങള്. You are a journalist, not a street fighter. അപ്പേട്ടൻ ഈ കാര്യം മുത്തശ്ശിയുടെ മുമ്പിൽ ഊതി പെരുപ്പിക്കൊന്നും വേണ്ട.
മുത്തശ്ശി, കൊല്ലാൻ വരുന്ന പരീതിനോട് ഞാൻ എഴുത്തുപുര വീട്ടിലേതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ നാട് പോലൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ക്യാമറയും തൂക്കിയിട്ട് അലിഞ്ഞു തിരിഞ്ഞറിഞ്ഞ് ഇത്രയും റീഡർഷിപ്പ് ഉള്ള ഒരു കോളം ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നീ ഇനി ആ കോളം കൈകാര്യം ചെയ്യണ്ട. അത് പത്രാധിപരായ നമ്മുടെ അച്ഛൻ തീരുമാനിച്ചോളും. എനിക്ക് പുറത്തിറങ്ങി നടക്കണം. അത് എന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് വേണ്ടാന്നേ. എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത്? ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള എത്രയോ പേരുണ്ട് നമ്മുടെ പത്രത്തിൽ. മുത്തശ്ശിയുടെ കാലയുടെ ഭാഷ അറിയാമെന്ന് എഴുത്തുപുര മുറ്റത്ത് പറയാം, ഒരു സ്ഥാപനത്തിൽ പറയാൻ പറ്റില്ല. വാട്ട് ഈസ് ദിസ് ബേസിക് ക്വാളിഫിക്കേഷൻ? അക്ഷരശുദ്ധി, ആത്മാർത്ഥത, നട്ടല്ലും. എന്താ ജീവി എഴുത്തുവരെ പണിപ്പുരയിലാണോ? മഹാഭാരത അല്ല, രാമായണം. ബെസ്റ്റ്. നിനക്ക് പുതിയ ഒരു തൂലികാ നാമം തരാം, എഴുത്തുപുര ജീവി. സുധു, വേഗം വന്നേ. ഇന്നലെ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് MD തമ്പുരാൻ വാളും കുളിക്ക് നിപ്പുണ്ട്. കുഞ്ഞുച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരണേ, നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മായിയായിട്ടാണോ അതോ എഴുത്തുപുര വീട്ടിലെ എക്സ് അടുക്കളക്കാരിയായിട്ടാണോ ഈ വിളി? കുഞ്ഞ് എത്ര കളിയാക്കിയാലും ഞാൻ അവിടുത്തെ അടുക്കളക്കാരി തന്നെയാ. അമ്മായി അടുക്കളക്കാരിയായിട്ട് നിന്നാ മറ്റുള്ളവരെ അങ്ങനെ കാണൂ. വല്യമ്പ്രാട്ടി ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ചെയ്ത തെറ്റിന് അടുക്കളയിൽ നിന്ന് അടിച്ചു പുറത്താക്കി ശുദ്ധികലസം നടത്തുന്നതിന് പകരം കുഞ്ഞിന്റെ അമ്മാവൻ തമ്പുരാനെ കൊണ്ട് എന്റെ കഴുത്ത് താലി കെട്ടിച്ചില്ലേ, ആ സ്നേഹം വലുതാ കുഞ്ഞേ. അതൊക്കെ ഒരുപാട് പറഞ്ഞ് ചെറുതാക്കണ്ട. ഞാൻ മുത്തശ്ശിയുടെ കാര്യമല്ല പറഞ്ഞ്. എന്റെ അമ്മ പാർവതി തമ്പുരാട്ടിക്ക് വലിയ കനവല്ലേ അമ്മായിയെ കാണുമ്പോ? ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരു നാത്തൂൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അമ്മ നടക്കുമ്പോ എഴുത്തുപുര വീട് കിടന്ന് കുലുങ്ങുന്നത്. ചെറിയമ്പ്രാട്ടി പാവോ കുഞ്ഞേ. എടാ നീ എന്റെ പേന എടുത്തോ. എനിക്കാരുടെയും പേന ആവശ്യമില്ല. എനിക്ക് സ്വന്തമായ ഒരു പേനയുണ്ട്, ഒരു ശൈലിയും. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ മനുഷ്യനെ പോലെ സംസാരിക്കടാ. പൊടിയും വളർത്തി അടക്ക ഇവൻ. ഇതൊക്കെ ഒന്ന് വെട്ടിക്ക് അമ്മായി. ഒന്ന് നിർത്തുന്നുണ്ടോ? രാമോട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇന്നേ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യവും സത്യാഗ്രഹമൊന്നും ആരും നടത്തിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം. ഇവിടെ രാമേട്ടന്റെ നിസ്സാരമായ കല്യാണ ഫോട്ടോ ഒന്നും അല്ല പ്രശ്നം. ഇത് മാനേജ്മെന്റ് പുതിയ മൂരാച്ചിനെ നടപ്പിലാക്കുന്നതിന്റെ സൂചനയാ. അത് മുളയിലെ നുള്ളയില്ലെങ്കിൽ ആപത്താ. വാസുവട്ട മേനോ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കല്ലേ, അതിനുമുമ്പ് എന്തിനാ ഈ സമരം എങ്കിലാവൂലിയൊക്കെ? പോറ്റി, താനവരുടെ മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആയിരിക്കാം. ഇവിടത്തെ പ്രൂഫ് റീഡർ ആണെങ്കിൽ തൊഴിലാളികൾ ഇവിടെ നിൽക്കണം. രാമൻ നായർക്ക് പരാതിയൊന്നുമില്ല സാർ. ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ വരരെ. എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നേ. ജേക്കബേ, ഇന്നലെ ഡെസ്കിൽ ആരായിരുന്നു? ഞാനായിരുന്നു സാർ. രാമൻ നായരുടെ മകളുടെ വെഡിങ് മാറ്റർ എങ്ങനെയാ മിസ്സായത്? സാർ അത് കൊടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്ന്? വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം. ഇതുപോലെ കുറെ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാ ഞാൻ. എല്ലാം പുല്ല് പോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റർ പ്രിന്റ് ചെയ്യണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? ഐ ആം ആസ്കിംഗ് യു. 15,000 രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനും അനന്തരാമനും ആലോചിച്ച ആ മാറ്റർ അവോയ്ഡ് ചെയ്ത്. ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. ഇന്നലെ വരെ 15,000 രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം. ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ചു വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴ്വഴക്കമാണ്. പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റാൻ കാരണം? എക്സ്ക്യൂസ് മീ സാർ, പത്രാധിപര് ന്യൂസിന്റെ എഡിറ്റോറിയലിന്റെയും കാര്യം മാത്രം ശ്രദ്ധിച്ചാ പോരെ? പരസ്യത്തിന്റെ ചാർജ് എനിക്കല്ലേ സാർ? ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം അച്ചടിക്കാൻ തനിക്ക് ആരോട് അധികാരം തന്നത്? അച്ഛാ, he is our advertisement manager. നോ, ഹി ഈസ് യുവർ മാനേജർ. നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന സഫാരി കോലം. ഡോ പരസ്യ കോമാളി, താൻ മാനേജ് ചെയ്ത് കുത്തുവാളടുപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അത് ഇവിടെ നടക്കില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്തോണം, മനസ്സിലായോ? ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇഷ്യൂ ആയി കഴിഞ്ഞു. എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളാൻ നീ ആരാടാ ചെറ്റ്? അനിയൻകുട്ടാ, അമ്മ മിണ്ടായിരുന്നോണം. അമ്മയ്ക്ക് ഭരിക്കാൻ ഈ വിമൻസ് ക്ലബ് ഒന്നുമല്ല. ധർമ്മക്കഞ്ഞി വിളമ്പുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് രാമേട്ടന്റെ മോടെ കല്യാണ ഫോട്ടോ പ്രിന്റ് ആയിരുന്നല്ലോ മാനേജിംഗ് ഡയറക്ടറെ. Shut up! This is my office. You are only a sub-editor. Mind it. പോടോ പുങ്ങൻ തമ്പുരാനെ. ഈ കസലിലിരുന്ന് കറങ്ങി ലോകം കാണാൻ താഴോട്ട് ഇറങ്ങിച്ച് നോക്ക്. നമ്മുടെ പത്രത്തിന് വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്തവരാ ഇപ്പൊ മനസ്സ് വേണിച്ച് മാറിയിരിക്കുന്നത്. തന്റെ ഒടുക്കത്തെ MBA മാനേജ്മെന്റ് കപ്പാസിറ്റി കേൾക്കുന്നില്ലേ?
ശബ്ദം മുടങ്ങി. മിന്നൽ പണിമുടക്ക്. സാർ എന്താണോ? എന്റെ കല്യാണമാണ്. അത് ഞാൻ തോണം. സാറ് വരണം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താ? മലയാള ശബ്ദം പത്രം ചീഞ്ഞ് നമ്മുടെ പത്രത്തിന് വളമായി. ഇനി വെച്ചടി കേട്ടവാ. അച്ചടി കുറെ കൂടെ ശ്രദ്ധിക്കണം. വളം മാത്രം വന്നോണ്ട് കാര്യമായില്ലേ. താൻ രാവിലെ തൊട്ട് തുടങ്ങിയതായി ചൊറിയുന്ന വർത്താനം. താൻ കണ്ടോ ഞാൻ എങ്കിലും വിളിക്കുന്നത്? വിളിച്ചില്ലെങ്കിലും വിളിച്ചവരുടെ കൂടെ നിന്നു. അതും സമരമാ. ആണ്ട അടുത്ത ആള്. എടാ ഏജന്റ്, ഇനി കൊതുകിനെ അടിച്ചോണ്ട് ഇവിടെങ്ങാനും കൂടിക്കോ. ഞാൻ പത്രോഫീസിന് വരിക. എല്ലാരും അവിടെ കൂടി നിപ്പുണ്ട്. സമരം ഒന്ന് ഒത്തീർപ്പാവണ്ണ. മഹാനായ MD മുകളിലിരിപ്പുണ്ട്. അദ്ദേഹത്തോട് പോയി ചോദിക്കേ. രാമവർമ്മ ഹിയർ. ഗുഡ് മോർണിംഗ് സർ. ഏയ് നത്തിങ്. ഒരു പവർ ഫെയിലിയർ. ഫ്യൂസ് മാറ്റിട്ടാ മതി. ഐ കൻ മാനേജ്. ഓർഗനൈസ്ഡ് ഒന്നുമല്ല, ഒരു ഇമോഷണൽ കമോഷൻ. എനിക്കിതൊരു നല്ല അവസരമായിട്ടാണ് തോന്നുന്നത്. ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ്. കുറെ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ, എടുത്തു കളയണം. കൈ ഇങ്ങനെ കൈ റെഡി. പെൻഷൻ പറ്റിയിട്ടും ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കല്ലേ. എല്ലാത്തിനും പിരിച്ചു വിടണം, എന്നാലേ പഠിക്കൂ. പിന്നെ നീ അച്ചടിച്ചെടുക്കോ മലയാള ശബ്ദം? MB എന്ന 3 അക്ഷരം തരുത്തിയിട്ടാ പത്രം ആവില്ല മോനെ. അത് പറഞ്ഞ് മനസ്സിലാക്ക്. സംസ്കാരം, സ്നേഹം, കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല. അമ്മ ഇന്നലെ വാസേട്ടനെ രാമേട്ടനെ നേർക്ക് കയറത്തില്ലേ? അതിന് പകരം അവരോട് നല്ല വാക്ക് പറയായിരുന്നില്ലേ? പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല. The desert air resounds the call of heart-struck lion's rage. The cloud puts forth its മുത്തശ്ശി. deluge. വാസേട്ടൻ നമസ്കാരം. എന്താ വാര്യരെ, ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ എങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ. മാപ്പ് പറയേണ്ടത് ഞങ്ങളാ. പിടിച്ചു നിർത്താൻ ഞാനും രാമൻ നായരും ഒക്കെ ആവുന്നത് നോക്കി. ചെറുപ്പക്കാരല്ലേ, അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ. എല്ലാം തീർന്നു. ഇപ്പോ എല്ലാവർക്കും മനസ്താപമുണ്ട്. വാര്യരോട് പാർവതി കയർത്ത് സംസാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എനിക്കറിയരുതോ ആ ചുണ്ടി. ദേഷ്യം വന്നാൽ സ്വാതന്ത്ര്യം ഉള്ളവരോടല്ലേ കയർക്കാൻ പറ്റൂ. ക്ഷമിക്ക, ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട. രാമനായരെ, മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും. അതൊന്നും വേണ്ടായേ, ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞു. പായ്പാടാ, എന്തോ ഇന്ന് എല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ. രാമേട്ടൻ പോയി എല്ലാവരും വിളിച്ചോണ്ടിരൂ. ഉച്ചയ്ക്ക് ഊണ് വിടുന്നാവാം. ഓ താൻ കുടിച്ചല്ലേ. റെഡിക്കുലസ്. തിന്നോ സമരക്കാരെ എച്ചെന്ന് നിയമിച്ച് നീ എന്നോട് ഇങ്ങുലാവ് കാണിക്കല്ലേ മോളെ. പശുവിന് കോണായല്ലോ. തന്നെ വേണ്ട. അച്ഛൻ അനിയൻ കുട്ടനെ കയറൂരി വിട്ടിരിക്കാണോ? കയറൂരി വിടാൻ അവൻ നാൽക്കാലിയൊന്നും അല്ലല്ലോ. എന്താ സംഗതി? എന്റെ നാട് കോളം നമ്മുടെ പത്രത്തിൽ വേണോ വേണ്ടോ എന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു പങ്കി തുടങ്ങിയത്. അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയെന്ന് അച്ഛൻ പറയുന്നത്? ഇപ്പോൾ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചിരുന്നു. ആശുപത്രിയുടെ മുമ്പിൽ പൊടിയും പന്തലൊക്കെ ആയി ഒരു നേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. അനീതിയുള്ളിടത്ത് കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടെ കത്തി ചാമ്പലാവണം. അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട്. സത്യം വദ ധർമ്മം ചര. അവൻ അതാ ചെയ്യുന്നത്. അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല. നീ നിൽക്കുന്നത് എവിടെയാണെങ്കിലും ശ്വസിക്കുന്നത് അമേരിക്കൻ വായുവാ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അവൻ അവന്റെ കാര്യം നോക്കിയോളും കേട്ടോ. നിങ്ങൾ അങ്ങോട്ടാ? അറേഞ്ച് മാരേജ്, ലവ് മാരേജ്, പെമ്പിള്ളാരുടെ ചർച്ചയുണ്ട്. ഇവളാ മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ബെന്നി എവിടാ സുധു? വെന്യൂ എവിടെ വെച്ചാ? കോളേജ് ഹാളിൽ ആ, വെച്ചാ അവിടെ. പറ്റി. നമുക്കൂടെ അങ്ങോട്ട് പോയാലോ മിസ്സസ് മേനോൻ? വേണ്ട, നിങ്ങൾക്ക് 3 പേർക്കും ആ പ്രായം കഴിഞ്ഞല്ലയോ. അറേഞ്ച് മാരേജ്, ലവ് മാരേജ്, ഇപ്പോ ഡൈവേഴ്സിന്റെ വക്കത്തല്ലയോ. നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബിൽ വെച്ചൊരു ചർച്ച സംഘടിപ്പിക്കാം. ഇവള് മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ചീട്ടുകളി എത്ര മണി വരെ പോവും അമ്മേ? യോ അല്ല മമ്മി.
സുദർശന് എപ്പോഴും അനിയൻകുട്ടിന്റെ കൂടെ സഞ്ചാരം അല്ലേ? അതെ അതെ, പ്രായമായെന്നൊരു ചിന്തയില്ല രണ്ടുപേർക്കും. പോവാം. അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ്? മാരേജ് എന്ന ചടങ്ങിന്റെ ആവശ്യം എന്താണ്? എ ക്രിമിനൽ വേസ്റ്റേജ്, സെലക്ഷൻ ഓഫ് എ പാർട്ട്ണർ. പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുക എന്നത്. അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി വേണ്ടേ? എന്ത് ലീഗൽ സാങ്ക്ടിറ്റി? പരസ്പര വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ് കുടുംബജീവിതത്തിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് ഒരുപോലെയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒരു വലിയ ഘടകമാണ്. എഴുത്തുപുര വീട്ടിലെ പൂമുഖത്താണ് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ്. എഴുത്തുകാരൻ ഭർത്താവ്, ചന്ദനത്തിന്റെ മണമുള്ള ഭർത്താവ്, എണ്ണക്കറുപ്പിലെ കർപ്പൂര ദീപം എനിക്ക് ശേഷം മാത്രം തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ്. എന്റെ പരിഭവങ്ങളെ എന്താ പറയാ, കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും ഉറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നീപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നീപ്പവളെ. തങ്കമുരുകും നിന്റെ മെയ്തകിടിൽ ഞാനെൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോ, കണ്ണിലെരിയും കുഞ്ഞുമൺ വിളക്കിൽ വീണ്ടും വിങ്ങുമെൻ അഭിലാഷത്താലെന്ന പകരുമ്പോ, പൊഞ്ചൊപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റിൽ കൊഞ്ചുമ്പോൾ, എന്തിനീ നാണം തേനിളം നാണം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നീപ്പവളേ. മേടമാസ ചൂടിലേ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോ, കുഞ്ഞു കാറ്റിൻ ലോലമാം കുസൃതി കൈകൾ നിന്റെയോമൽ പാവാട തുമ്പുലയ്ക്കുമ്പോ,
ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പൂവായി തുള്ളുമ്പോൾ നീ എണീക്കല്ലേ, നിൻ പാട്ടെണീക്കല്ലേ, നിലാവിൻ്റെ നീലഭസ്മം കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം.